കൊച്ചിയിൽ റോഡിൽ ഉപേക്ഷിച്ച അപകടകാരിയായ വളർത്തുനായെ പിടികൂടി. ഒന്നാലോചിച്ച് നോക്കി. പിറ്റ്ബുൾ ഇനത്തിൽപ്പെട്ട നായയാണ് കൊച്ചി സുഭാഷ് പാർക്കിൽ നിന്നും പിടികൂടിയിരിക്കുന്നത്. 1 ലക്ഷത്തോളം രൂപ വില വരുന്ന നായയാണ് ഉപേക്ഷിച്ചത്. ഉപേക്ഷിച്ചയാളെ കണ്ടെത്താൻ പ്രദേശത്തെ CCTV ദൃശ്യങ്ങളടക്കം പരിശോധിക്കുന്നുണ്ട്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. 1 ലക്ഷത്തിലേറെ രൂപ വരുന്ന മുതലാണ് ഈ ഇരിക്കുന്നത്. ഇതിനാണോ എന്തോ ഉപേക്ഷിച്ചിട്ട് പോയത്? അർജുൻ മട്ടന്നൂരുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ മട്ടന്നൂർ, വലിയ വില വരുന്ന നായയാണ് ഏതോ ഒരു വീട്ടുകാർ ഉപേക്ഷിച്ച് പോയതാണ്. ആരാണെന്ന് എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? ഇത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരുന്നോ പോലീസ് കണ്ടെത്തുമ്പോൾ? ഡോക്ടർ അരുൺകുമാർ, വില വരുന്ന നായ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അതിനപ്പുറത്ത് വളരെ അക്രമകാരിയായ ഒരു നായ കൂടിയാണ് ഇത്. 1 മാസം മുൻപാണ് ഡൽഹിയിൽ ഒരു 6 വയസ്സുകാരന്റെ ചെവി കടിച്ചു പറിച്ചത്. അമേരിക്കയിൽ ഒരു 2 വയസ്സുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തിയ നായയാണ്. അത്തരത്തിലുള്ള ഇനത്തിലുള്ള ഒരു നായയാണ്. ഇന്ത്യയിൽ ഇതിന്റെ ഇറക്കുമതിയും വിൽപ്പനയും ഒക്കെ തന്നെ കേന്ദ്ര സർക്കാർ തടഞ്ഞതാണ്. നേരത്തെ തന്നെ ഏതെങ്കിലും ഒരാൾ ഈ കേരളത്തിലേക്ക് കൊണ്ടുവന്നതായിരിക്കാം, വീട്ടിൽ വളർത്തുന്നതായിരിക്കാം എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കഴിഞ്ഞ 2 ദിവസമായി നമ്മുടെ കൊച്ചി നഗരത്തിൽ അലഞ്ഞു തിരിയുകയായിരുന്നു ഈ പിറ്റ്ബുൾ നായ. പലരും കൗതുകത്തോടെ ഇതിനെ നോക്കിയിരുന്നു. ആരെയും ഭാഗ്യത്തിന് ആക്രമിച്ചില്ല എന്നത് മാത്രം. ഇന്നലെ വൈകിട്ടാണ് ഇത് സുഭാഷ് പാർക്കിൽ എത്തിയത്. നിരവധി ആളുകൾ ഒത്തുചേരുന്ന സ്ഥലമാണ്. അവിടെ ഈ പിറ്റ്ബുൾ നായ അവിടെ എത്തുകയും ആളുകളൊക്കെ തന്നെ പരിഭ്രാന്തരാവുകയും ചെയ്യുകയായിരുന്നു. തുടർന്നാണ് ഈ പാർക്കിന്റെ അധികൃതരാണ് പിന്നീട് പോലീസിന് വിവരം അറിയിക്കുന്നത്. പോലീസ് അവിടെ എത്തി. തുടർന്ന് അനിമൽ റെസ്ക്യൂ സംഘവും എത്തിയാണ് ഈ പിറ്റ്ബുൾ നായയെ പിടികൂടുന്നത്. അതിനുശേഷം ഒരു ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റിയിട്ടുണ്ട്. സാധാരണ ഈ വളർത്തുനായകളെ തദ്ദേശ സ്ഥാപനങ്ങളിൽ രജിസ്റ്റർ ചെയ്യണം, മൈക്രോ ചിപ്പ് ഘടിപ്പിക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളൊക്കെ തന്നെയുണ്ട്. പക്ഷെ അതൊന്നും പലപ്പോഴും പാലിക്കപ്പെടാറില്ല. എന്തായാലും എങ്ങനെയാണ് ഇത് കൊച്ചി നഗരത്തിൽ എത്തിയത്, ഇത്തരത്തിൽ തെരുവിൽ അലഞ്ഞു തിരിയുന്ന സാഹചര്യം ഉണ്ടായത് എന്നൊക്കെ തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ആരെങ്കിലും ഉപേക്ഷിച്ചതാണോ എന്ന് തന്നെയാണ് പോലീസ് സംശയിക്കുന്നത്. സ്വാഭാവികമായും CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലൊരു അക്രമത്തിലേക്ക് അല്ലെങ്കിൽ ആർക്കും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത് എന്ന് വേണം പറയാൻ. 2 കാര്യങ്ങളിൽ ഭാഗ്യമുണ്ട്. ഒന്ന്, ഈ പിറ്റ്ബുളിനെ വന്ന് മറ്റു നായ കടിച്ചതിന് പേ ഒന്നും കൊടുത്തില്ല. രണ്ടാമത്തത്, ഈ പിറ്റ്ബുള്ള് മറ്റാരെയും കടിച്ചില്ല എന്നുള്ളതിൽ ആശ്വാസമുണ്ട്. ലക്ഷത്തിലേറെ വില വരുന്ന വലിയ ഒരു വളർത്തുനായയാണ് തെരുവിൽ അലയാൻ വിട്ടത്. ഇത് ഇനി ഊരിപ്പോകുന്നതാണോ ഉപേക്ഷിച്ചതാണോ ഇതൊന്നും നമുക്കറിയില്ല. ആരുടേതാണെന്നും അറിയില്ല. നായിട്ട് ചോദിക്കാൻ പറ്റൂ നിങ്ങളുടെ മേൽവിലാസം എന്താണ്? അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമുക്കൊരു കുഞ്ഞിടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. തലസ്ഥാനത്തേക്കൊന്ന് പോകണം. അവിടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സമരത്തിനുള്ള വേദി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. സമരവേദിയിലേക്ക് മന്ത്രിമാരും നേതാക്കളും ഒക്കെ എത്തിച്ചേരുന്നുണ്ട്. നമുക്കിതിൻ്റെ വാർത്തകൾ വേണം. ഒപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. തിരുവല്ലയിൽ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി അഭിഭാഷകൻ ജാമ്യാപേക്ഷ നൽകുമ്പോൾ എന്തായിരിക്കും തീരുമാനം എന്നുള്ളതിൻ്റെ ഒരു ആകാംക്ഷയിൽ കൂടിയാണ്. അപ്പോൾ സംഭവം